കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റോഡ് ഷോ ബേപ്പൂരിൽ തുടങ്ങാൻ പോവുകയാണ്. കെ പി പ്രകാശ് ബാബുവിന് വേണ്ടി വോട്ട് തേടിയാണ് അമിത്ഷാ കോഴിക്കോട്ടേക്ക് എത്തുന്നത്. ബേപ്പൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിൽ വിവിധ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഒപ്പം BJP ക്യാമ്പിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇന്ന് വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നത്. അധികം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞ മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് ബേപ്പൂരും BJP സംബന്ധിച്ചുള്ളത്. KB ശ്രീധരൻ വിവരങ്ങളുമായുണ്ട്. ശ്രീധരൻ, 25,000-ൽ പരം വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ സമാഹരിക്കാൻ BJP കഴിഞ്ഞു. പക്ഷേ വിജയത്തിൻ്റെ അടുത്തൊന്നും എത്തിയില്ല എങ്കിൽ പോലും ഇക്കുറി അവിടെ എന്ത് സംഭവിക്കും എന്നതാണ് BJP ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ. അമിത്ഷാ നേരിട്ട് ഈ മണ്ഡലത്തിലേക്ക് എത്തിയ സാഹചര്യം എന്താണ്? NDA പ്രചാരണത്തിന് ആവേശം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കോഴിക്കോട്ട് അമിത്ഷായുടെ റോഡ് ഷോ തുടങ്ങുന്നത്. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലാണ് അമിത്ഷായുടെ റോഡ് ഷോ. പ്രവർത്തകരുടെ വലിയ ആവേശം ദൃശ്യങ്ങളിൽ കാണാം. തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശ്രീധരൻ, 25,000-ലധികം വോട്ട് നേടിയ മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബേപ്പൂരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പെർഫോമൻസ് ആയിരുന്നു അവിടെ BJP സംബന്ധിച്ച്. വിജയത്തിൻ്റെ അടുത്ത് പോലും എത്തിയില്ല എങ്കിലും ഇക്കുറി എവിടെയൊക്കെയാണ് ഈ ദിവസം അമിത്ഷായുടെ റോഡ് ഷോ ഉള്ളത്? ബേപ്പൂരിലെ സാഹചര്യം എങ്ങനെ? ബേപ്പൂരിൽ മാത്തോട്ടം മുതൽ ആണ് അമിത്ഷായുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി പ്രകാശ് ബാബു, അതുപോലെ തന്നെ BJP മുതിർന്ന നേതാവ് KP ശ്രീധരൻ എന്നിവരും ഈ വാഹനത്തിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 26,000-ലധികം വോട്ടാണ് പ്രകാശ് ബാബുവിന് ബേപ്പൂരിൽ നിന്ന് കിട്ടിയത്. പക്ഷേ 2016-ൽ അതിൽ കുറച്ചുകൂടി വോട്ട് ലഭിച്ചിരുന്നു. ഇത്തവണത്തെ ഈ മത്സരത്തെ സജീവമാക്കുന്നത് ഏറ്റവും പ്രധാനം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വൻ മുന്നേറ്റം കോഴിക്കോട് മേഖല കേന്ദ്രീകരിച്ച് നഗര മേഖല കേന്ദ്രീകരിച്ച് BJPക്ക് നേടാനായി. ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ കോഴിക്കോട് സൗത്ത് നോർത്ത് മണ്ഡലപരിധിയിൽ വരുന്ന നിരവധി വാർഡുകൾ പിടിച്ചെടുക്കാൻ BJPക്ക് ആയിരുന്നു. ബേപ്പൂരിൽ കോർപ്പറേഷൻ ഭാഗമായുള്ള ഇടങ്ങളിൽ ചില ഡിവിഷനുകളിലും വലിയ തോതിൽ മുന്നേറ്റം BJPക്ക് ലഭിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അമിത്ഷായുടെ റാലി ഇപ്പോൾ ബേപ്പൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഏതായാലും വൻ ജനാവലി, സ്ത്രീകൾ പുരുഷന്മാരും ഉൾപ്പെടെ വൻ ജനാവലി ഈ റാലിക്ക് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ദൂരമാണ് അമിത്ഷായുടെ റോഡ് ഷോ ഇവിടെ ഉണ്ടായിരിക്കുക. BJP വലിയ പ്രതീക്ഷ കോഴിക്കോടിലെ നഗരമേഖലയിൽ വയ്ക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം നോർത്ത് മണ്ഡലത്തിൽ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് മത്സരിക്കുന്നു. സൗത്ത് മണ്ഡലത്തിൽ കൗൺസിലറായിട്ടുള്ള കോഴിക്കോട് നഗരസഭാ കൗൺസിലറായിട്ടുള്ള P റനീഷ് മത്സരിക്കുന്നു. ബേപ്പൂർ മേഖലയിൽ പ്രത്യേകിച്ച് ഫറോക്ക്, രാമനാട്ടുകര, കോഴിക്കോട് കോർപ്പറേഷൻ പരിധികൾ ഉൾപ്പെടുന്ന ഡിവിഷനുകൾ ഉൾപ്പെടുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു മത്സരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലല്ല, അതായത് ഈ അടുത്ത സമീപകാലങ്ങളിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നഗരമേഖല കേന്ദ്രീകരിച്ച് വലിയ സമര പരിപാടികൾ പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ഇക്കുറി ബേപ്പൂർ മണ്ഡലത്തിൽ സവിശേഷത TG അൻവർ കൂടി വന്നതോടുകൂടി വലിയ പോരാട്ടം ഇക്കുറി ബേപ്പൂർ മണ്ഡലം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസ്, TG അൻവർ, പ്രകാശ് ബാബു ഇങ്ങനെ ത്രികോണ ബേപ്പൂരിൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം പരമാവധി മുതലെടുക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രചാരണത്തിന് വേണ്ടി ബേപ്പൂർ മണ്ഡലം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വൻ ജനാവലി ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. വലിയ തോതിൽ പ്രതീക്ഷ ഒരുപക്ഷെ വിജയിക്കുമെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ബേപ്പൂരിൽ അമിത്ഷായുടെ റോഡ് ഷോ BJP പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 15 മുതൽ 18% വരെയൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിന് കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിൽ BJPക്ക് വോട്ടുണ്ട്. അവിടെ വിജയസാധ്യത ഒന്നും BJP അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല എങ്കിലും വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും, മെച്ചപ്പെടുത്താൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ആ മേഖലയിൽ ആകെയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ട്രെൻഡ് തുടരുന്നുണ്ടായിരുന്നു. ഇക്കുറി 20% മുകളിലേക്ക് വോട്ട് ഉയർത്താനാകുമോ എന്നതാണ് ആകാംക്ഷ. അമിത്ഷായുടെ റോഡ് ഷോയാണ് ഇപ്പോൾ ബേപ്പൂരിൽ നടക്കുന്നത്.